നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി നമുക്ക് വരും ആഴ്ചകളിൽ, വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഇപ്പോഴത്തെ ഒരു കറണ്ട് ഒരു ട്രെൻഡ് എങ്ങനെയാണ്, കറണ്ട് സെന്റിമെന്റ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,092 കഴിഞ്ഞ ദിവസത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു കറണ്ട് ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത്, അതിന് മുൻപ് തന്നെയായിട്ട് നമുക്ക് ക്വിക്കായിട്ട് ടോട്ടൽ വെയിലുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സ്ട്രോങ് ബൈയിൽ നിലനിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. പക്ഷെ സ്ട്രോങ് ബൈയിൽ നിലനിൽക്കുന്നു, അതേപോലെ സ്ട്രോങ് സെല്ലിൽ നിലനിൽക്കുന്ന പെയറുകൾ അല്ലെങ്കിൽ ഇൻഡെക്സുകൾ കാണുന്നില്ല. ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ബോത്ത് സൈഡിലേക്കുള്ള ഒരു മൊമെന്റത്തിലുള്ള രീതിയിലാണ് ട്രെൻഡ് കാണുന്നത്. അതേപോലെ തന്നെ ഗോൾഡ് സ്റ്റിൽ വളർച്ചയിൽ മൊമെന്റത്തിൽ തന്നെ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബോത്ത് സൈഡിലേക്കാണ് സാധ്യത കൂടുതൽ, രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിഫ്റ്റിയിലതെ കറണ്ട് ട്രെൻഡ് സെല്ലിലാണ് നിഫ്റ്റിയുടെ, പക്ഷെ ബോത്ത് സൈഡിലേക്കുള്ള ഒരു മൊമെന്റ് എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് നിഫ്റ്റിനെ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യരുതെന്ന് പറയുന്നത്. നിഫ്റ്റിനെ പൊസിഷണൽ വൈസ്, അതായത് ബൈ ആൻഡ് ഹോൾഡ് എന്ന് പറയുന്ന രീതിയിൽ മാനേജ് ചെയ്യരുതെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷനും ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് ആണ്. ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷനും ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് ആണ്. അതുപോലെ തന്നെ ബി ടി സിയുടെ സിറ്റുവേഷൻ ട്രെൻഡ് ബോത്ത് സൈഡിലേക്കുള്ള ഒരു മൊമെന്റ് ആണ്. ഗോൾഡും ബി ടി സിയും ബോത്ത് സൈഡ് മൊമെന്റ് ആണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സ്ട്രോങ് സെല്ലിൽ നിർത്തിയിരുന്ന ഓസ്ട്രേലിയൻ ഡോളർ, ന്യൂസിലൻഡ് ഡോളർ, അതൊരു ബോത്ത് സൈഡിലേക്കുള്ള മൊമെന്റത്തിലൊരു സാധ്യത കൂടുതലാണ്. രണ്ട് സൈഡിലേക്കും ഒരു മൊമെന്റം വരും ആഴ്ചയിൽ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ മീഡിയം സ്ട്രോങ്ങിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് USD/JPY, USD/CHF, നാസ്ദാക്ക്, US ഓയിലൊക്കെ ബോത്ത് സൈഡിലേക്കുള്ള ഒരു മൊമെന്റത്തിന് തന്നെയാണ് സാധ്യത വരുന്നത്. രണ്ടാഴ്ച മുൻപൊക്കെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈലാണ് സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിനെ ഇനി മെയിനായിട്ട് നമുക്ക് നോക്കാം. വരും ആഴ്ചയിൽ നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പോൾ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ സൂചിപ്പിക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ സെൽ ട്രെൻഡിൽ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളത് സൂചിപ്പിച്ചിരുന്നതാണ്. അതായത് നിഫ്റ്റിനെ രണ്ട് സൈഡിലേക്കും ഉള്ള രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട്, അതായത് നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ നമുക്ക് എക്സാക്ട് സപ്പോർട്ട് തന്നിരുന്നു. ഈ റേഞ്ചിൽ നിന്ന് ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ റേഞ്ചിൽ നിന്ന് ഫാള് വരാനുള്ളൊരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ എക്സാക്റ്റ് ആയിട്ട് സൂചിപ്പിച്ചതാണ് നമുക്ക് നിഫ്റ്റി ഇവിടുന്ന് ഒരു ബൗൺസ് ചെയ്താലും ജസ്റ്റ് അത് ഇൻട്രാഡേയിൽ മാത്രമാണ് ആ ഒരു ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതായത് ക്വിക്ക് രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മളത് ചെയ്യേണ്ടത്. എന്നാലാണ് ഇത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാൻ പറയുന്നത്. കാരണം ബൈ ആൻഡ് ഹോൾഡ് ഇവിടെ നടക്കില്ല. അതേപോലെ തന്നെ ബൈ ചെയ്ത് അല്ലെങ്കിൽ ഷോർട്ട് സെൽ ചെയ്തതിന് ശേഷം ഹോൾഡിംഗ് ഇവിടെ നടക്കില്ല. കാരണം രണ്ട് സൈഡിലേക്കുള്ള ഒരു വോളറ്റാലിറ്റിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇതേ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വരും ദിവസങ്ങളിലായാലും സ്റ്റിൽ സെൽ ട്രെൻഡ് തന്നെയാണ്, നെഗറ്റീവ് തന്നെയാണ് കാണുന്നത്. ഈ ആഴ്ച കൂടി കഴിഞ്ഞാൽ ബജറ്റിന്റെ ഒരു മൊമെന്റം മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുമ്പോൾ, ലോങ് ടേം ട്രെൻഡ് നോക്കുമ്പോൾ, ഇപ്പൊ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ലോങ് ടേം ട്രെൻഡ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ടൈം ഫ്രെയിമിലും നെഗറ്റീവ് ആണ് കാണുന്നത്, സെൽ ട്രെൻഡിലാണ് കാണുന്നത്. ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ വരച്ച് പോലും നോക്കിയാൽ കാണാം നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ഒരു ലോങ് ടൈം വ്യൂവില് നിഫ്റ്റി ഈ ഒരു ലെവലിൽ നിന്നാണ് ആ ഒരു ഇലക്ഷൻ്റെ ഒരു സമയത്ത് ആ ഒരു മൊമെന്റം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നിന്നാണ് ഈ ഒരു വലിയൊരു ബൗൺസ് മാർക്കറ്റിൽ വന്നിരുന്നത്. ആ ബൗൺസ് വന്നിരിക്കുന്ന ഒരു ഏരിയ ഈ ഒരു ലെവലിൽ നിന്നാണ് 21,278 ലെവലിൽ നിന്നാണ് ബൗൺസ് വന്നിരുന്നത്. അതിനുശേഷമായാലും നിഫ്റ്റിയിലും ഹൈ രജിസ്റ്റർ ചെയ്ത് ശ്രദ്ധിക്കുക. നിഫ്റ്റിയുടെ ആയാലും തിരിച്ച് ബൗൺസ് ചെയ്ത് മുകളിലേക്ക് പോകേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും നിഫ്റ്റിക്ക് അത് തിരിച്ച് കയറാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം മാക്സിമം ഈ ഒരു ലെവൽ വരെയാണ് മാക്സിമം നിഫ്റ്റിയിൽ ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഒരു ലെവൽ കാണുന്നത്. ആ ലെവലിൽ നിന്നും നിഫ്റ്റി ഒന്ന് ബൗൺസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ആ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ലോങ് ടൈം വ്യൂവില് നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. പക്ഷെ ഇൻട്രാഡേയിൽ ബോത്ത് സൈഡിലേക്കുള്ള ഒരു മൊമെന്റം നിഫ്റ്റിയിൽ അത് എക്സ്പെക്ട് ചെയ്യണം. മാർക്കറ്റിൽ വലിയ ന്യൂസ് വരുമ്പോഴായാലും ബഡ്ജറ്റ് വരുമ്പോഴായാലും ശ്രദ്ധിക്കേണ്ട കാര്യം നിഫ്റ്റിയുടെ കറണ്ട് ട്രെൻഡ് ആണോ അതിനനുസരിച്ച് മാനേജ് ചെയ്യണം. നിഫ്റ്റിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ, നിഫ്റ്റി ആയാലും മുൻപത്തേക്ക് ഒരു സിറ്റുവേഷൻ ഒക്കെ നോക്കുമ്പോൾ നിഫ്റ്റി ഒരു നിശ്ചിത ഒരു പരിധി എത്തി കഴിഞ്ഞ ഒരു പെട്ടെന്ന് ഒരു ബൗൺസ് ചെയ്യുന്ന രീതിയിലാണ് മുൻപത്തേക്ക് ഒരു രീതിയിൽ അത് കണ്ടിരുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ കറണ്ട് സിറ്റുവേഷൻ ആയാലും നിഫ്റ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ഹൈ നോക്കുക.
26,277 ഹൈ റേസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഹൈ എന്നായാലും നിഫ്റ്റി ഒരു 8%, 10% എന്നൊക്കെ സാധാരണ ഒരു സിറ്റുവേഷനിലൊക്കെ ഒരു ബൗൺസ് വരാറുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഒരു 12% താഴത്തേക്ക് പോയിരിക്കുകയാണ്. ഒരു ഹയർ ലെവലിൽ നിന്നായാലും ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മുൻപത്തേക്ക് അപേക്ഷിച്ച് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇത് താഴത്തേക്ക് കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കറണ്ട് സിറ്റുവേഷൻ ഒന്ന് മാനേജ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൽ ലോവർ ലെവലിൽ സപ്പോർട്ട് അധികം കാണുന്നില്ല. പക്ഷെ ഹയർ ലെവല് സെൽ ഓൺ റൈസ് എന്ന് പറയുന്ന സ്ട്രാറ്റജിയിലാണ് നിലനിർത്തേണ്ടത്. നിഫ്റ്റിയിലും ഇനി ചെറിയൊരു ബൈ ട്രെൻഡിലേക്ക് കടക്കണമെങ്കിൽ, ബൈയുടെ ഒരു മൊമെന്റം കിട്ടണമെങ്കിൽ 23,430 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നെക്സ്റ്റ് ഡേയിൽ മാർക്കറ്റ് മുകളിലേക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ വരെയുള്ള ഒരു മൊമെന്റം മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. 23,430 റെസിസ്റ്റൻസ് കാണുന്നത്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾക്ക് ലോങ് ടൈം ഫ്രെയിമിലേക്ക് വരും ദിവസങ്ങളിൽ, ആഴ്ചകളിലായാലും നിഫ്റ്റി 23,200 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഷോർട്ട് കവറിങ്ങിനുള്ള ഒരു സാധ്യതയുണ്ട്. മാർക്കറ്റ് ഒരു ബൗൺസ് ചെയ്യാൻ, ഇൻട്രാഡേയിൽ ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ 23,350 റെസിസ്റ്റൻസ് ആണ്. 23,350, അതേപോലെ തന്നെ 23,430 ഇതാണ് രണ്ട് റെസിസ്റ്റൻസ് കാണുന്നത്. ഇൻ കേസ് 23,200 ശ്രദ്ധിക്കേണ്ട ഏരിയ ആണ്. അതേപോലെ തന്നെ 23,100. അപ്പൊ വരും ദിവസങ്ങളിലായാലും 23,100 താഴെ നിലനിൽക്കുമ്പോൾ, ഇൻട്രാഡേ ലെവലിൽ പോലും നിലനിന്നാൽ തന്നെ വീക്ക്നെസ് ആണ്. 22,800 അടുത്താണ് അടുത്തൊരു സപ്പോർട്ട് ലെവൽ. 800 അടുത്ത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. 800 നല്ല സപ്പോർട്ടാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. 22,800 നല്ല സപ്പോർട്ടാണ്. അതേപോലെ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ 22,640 ലോവർ ലെവൽ അടുത്തൊരു സപ്പോർട്ട്. അപ്പൊ ജസ്റ്റ് ഈ ഒരു സപ്പോർട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം മാർക്കറ്റ് വലിയൊരു മൊമെന്റസ് മാർക്കറ്റിൽ സംഭവിക്കുമ്പോൾ ഈ ഒരു സപ്പോർട്ട് ലെവലിന്റെ ഒരു വർക്കിംഗ് എക്സാക്റ്റ് ആയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്, ആഴ്ചകളിലൊക്കെ ഈ ഒരു സപ്പോർട്ട് എക്സാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഈ ഒരു സപ്പോർട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് നിഫ്റ്റിനായാലും വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമ്മളത് സൂചിപ്പിച്ചിരുന്നു. ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത്, ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ 47,950 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്തില്ലെങ്കിൽ, 47,950 അടുത്ത് തന്നെ എക്സാക്റ്റ് ആയിട്ട് ഈ ലോവർ താഴത്തേക്ക് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയാലാണ് ഫർദർ സെല്ലിന്റെ ഒരു സാധ്യത നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ലെവലിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചു, ഇത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിന്റെ ഇടയിലാണ് നിലനിർത്തിയിരിക്കുന്നത്. ഇപ്പൊ വരും ദിവസങ്ങളിലായാലും നമുക്ക് മാനേജ് ചെയ്യുമ്പോൾ, വരും ദിവസങ്ങളിലായാലും വരും ആഴ്ചകളിലായാലും ബാങ്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ബാങ്ക് നിഫ്റ്റിയുടെ പോലെയല്ല. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒരു ബൈ സെന്റിമെന്റിൽ കാണുന്നുണ്ട്. നിഫ്റ്റി കൂടുതൽ വീക്ക്നെസ് ആണ് വരുന്നത്. കാരണം സപ്പോർട്ട് ലെവലിന്റെ ഒക്കെ ഒരു താഴത്തേക്കാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും 47,900 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഇൻട്രാഡേയിൽ ബൗൺസ് ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക, 48,900 ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രാഡേയിൽ ബൗൺസ് ചെയ്യും. ഈ റെസിസ്റ്റൻസ് വരെ ഒരിക്കൽ കൂടി, അല്ലെങ്കിൽ ജസ്റ്റ് ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ഒരിക്കൽ കൂടി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ റെസിസ്റ്റൻസ് ഒന്ന് ശ്രദ്ധിച്ചാൽ ബൈയിലേക്ക് നിലനിൽക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റും. ഇൻട്രാഡേയിൽ ബൈയിലേക്ക് നിലനിൽക്കാൻ 800 റെസിസ്റ്റൻസ് വരുന്നത്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ ആയാലും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരിക്കുന്ന സപ്പോർട്ടിന്റെ താഴത്തേക്ക് നിലനിർത്തിയിട്ടില്ല. അതിന്റെ താഴത്തേക്ക് നിലനിർത്തിയാലാണ് ഫർദർ മൊമെന്റത്തിന് സാധ്യത. അതിന്റെ താഴത്തേക്ക് നിലനിർത്തും തോറും ഇതിന്റെ താഴെ നിലനിർത്തും തോറും വീക്ക്നെസ് തന്നെയാണ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയാണ്. പക്ഷെ 47,900 മുകളിലേക്ക് സബ്സ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈയിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതൊരു ബൈ സെന്റിമെന്റ് അല്ല, ഇൻട്രാഡേ ബൈ സെന്റിമെന്റിലാണ്. അടുത്തൊരു റെസിസ്റ്റൻസ് വരെയുള്ള മൊമെന്റത്തിനാണ് സാധ്യത കാണുന്നത്. അപ്പൊ അതിനനുസരിച്ച് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മിഡ് ക്യാപ്പിന്റെ സിറ്റുവേഷൻ കുറച്ചും കൂടി വീക്ക്നെസ് ആണ്. നിഫ്റ്റിയിലെ പോലെ തന്നെ കുറച്ചധികം വീക്ക്നെസ് ആണ് വരുന്നത്. പക്ഷെ ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ചിലപ്പോൾ ഒരു ബൗൺസ് ചെയ്യാൻ, പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് ബൗൺസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് നിഫ്റ്റിയിൽ നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാ നമുക്ക് നോക്കാം.
ഇൻട്രാഡേയിൽ ചെറിയ ടൈം ഫ്രെയിമിൽ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് 23,155. 23,155 റെസിസ്റ്റൻസ് കാണുന്നത്. എനിക്ക് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 23,155, 23,200 ഈ ഒരു ലെവല് സ്ട്രോങ് ആണ്, റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 23,155 ഹോൾഡ് ചെയ്തുകൊണ്ട് 200 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ 23,155 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഈ ഒരു ലെവലിൽ നിന്ന് സെൽ ഓൺ റൈസ് സ്ട്രാറ്റജിക്കാണ് കൂടുതൽ സാധ്യത. കാരണം 23,200 റേഞ്ചിന്റെ അടുത്തത് 23,155 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. 23,030 പിന്നെ അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 23,030. അതേപോലെ തന്നെ അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 22,980 ഈ 22,980 ഹോൾഡ് ചെയ്തുകൊണ്ട് 23,030 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. വീക്ക്നെസ് ആണ്, ഇതിൻ്റെ ഒരു താഴെ വീക്ക്നെസ് ആണ്. പിന്നെ അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 22,800, 22,830. അതിന് താഴെ സപ്പോർട്ട് കാണുന്നത് 650 പക്ഷേ 800 താഴത്തേക്ക് ക്ലോസിംഗ് ബേസിസ് നിലനിർത്തിയാലാണ് അടുത്ത ലെവൽ കൂടുതലായിട്ട് ആക്റ്റീവ് ആകാനുള്ള ഒരു സാധ്യതയുള്ളൂ. പക്ഷെ നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഒരു സിറ്റുവേഷൻ 22,800 ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലിന്റെ ഒക്കെ താഴത്തേക്ക് നിലനിർത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലെവല് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത, ഇൻ കേസ് ഹയർ ലെവലിലേക്ക് ബൗൺസ് ചെയ്താലും ഈ ഒരു ലെവല് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ലെവല് ഹയർ ലെവൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാൻ പറയുന്നത്. കാരണം മാർക്കറ്റ് വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ വീക്ക്നെസ്സിനാണ് കൂടുതൽ സാധ്യത. പക്ഷെ 23,200 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്ക് വേണം കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാനായിട്ട്. അതിനുശേഷം അതിൽ റെസിസ്റ്റൻസ് 23,270 റെസിസ്റ്റൻസ് ആണ്. അതേപോലെ തന്നെ ഹയർ ലെവലിലേക്ക് ആയാലും 23,350, 23,310, 23,350 ഇതാണ് ഹയർ ലെവലിലേക്കുള്ള റെസിസ്റ്റൻസ്. ഇതിന്റെ മുകളിലുള്ള റെസിസ്റ്റൻസ് 23,425. 23,430 മുകളിലേക്ക് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയ, ഞങ്ങൾ 425 ഇൻട്രാഡേ എടുത്തിരിക്കുന്നത്. പക്ഷെ 430 മുകളിൽ ക്ലോസിംഗ് ബേസിൽ നിലനിർത്തി കഴിഞ്ഞാൽ സെന്റിമെന്റിൽ ഒന്ന് മാറാൻ സാധ്യതയുണ്ട്, ഷോർട്ട് കവറിങ്ങിനുള്ളൊരു സാധ്യതയുണ്ട്, മുകളിലേക്ക് ഒരു ബൗൺസ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ ഇതനുസരിച്ച് മാനേജ് ചെയ്യുക. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിലെ വീഡിയോസിൽ വീണ്ടും കാണാം. എല്ലാവരും വലിയ ഷെയർ കമ്പനികൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.